ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെടുന്ന നിയമസഭകൾ പാസ്സാക്കുന്ന നിയമങ്ങൾ തടഞ്ഞുവെച്ചും തിരിച്ചയച്ചും രാഷ്ട്രപതിക്കയച്ചും വൈകിപ്പിക്കുന്ന ഗവർണർമാരുടെ കരണം തടിക്കുന്ന ചരിത്രവിധിയുമായി സുപ്രീം കോടതി. തമിഴ്നാട് നിയമസഭ പാസാക്കി അനുമതിക്കയച്ച ബില്ലുകൾ രാഷ്ട്രപതിക്കയച്ച ഗവർണറുടെ നടപടി റദ്ദാക്കി 10 ബില്ലുകൾ അംഗീകരിച്ചുള്ള അസാധാരണ തീരുമാനവും സുപ്രീം കോടതിയിൽ നിന്നുണ്ടായി. ഗവർണർമാർക്ക് ഭരണഘടന പ്രകാരം വീറ്റോ അധികാരമില്ലെന്ന് പ്രഖ്യാപിച്ച കോടതി നിയമസഭ പാസാക്കുന്ന ബില്ലുകളിൽ തീരുമാനമെടുക്കാൻ 3 മാസത്തെ സമയപരിധിയും നിശ്ചയിച്ചു. ബില്ലുകൾ അനന്തമായി വൈകിപ്പിച്ച ഗവർണർ RN രവിയുടെ നിലപാട് ചോദ്യം ചെയ്ത് തമിഴ്നാട് സർക്കാർ സമർപ്പിച്ച ഹർജിയിലാണ് ജസ്റ്റിസുമാരായ JB പർഡിവാല, R മഹാദേവൻ എന്നിവരുൾപ്പെട്ട ബെഞ്ചിന്റെ സുപ്രധാന ഉത്തരവ്. ഗവർണർമാരെ പാവകളായി ഉപയോഗിക്കുന്ന കേന്ദ്ര സർക്കാരിനും BJPക്കും വിധി തിരിച്ചടിയായി. ഗവർണർമാർ രാഷ്ട്രീയം പരിഗണിക്കാതെ ഭരണഘടനാ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ച് പ്രവർത്തിക്കണം. സംസ്ഥാന ഭരണത്തെ ദുർബലപ്പെടുത്തുന്ന നീക്കങ്ങൾ പാടില്ല. പാർലമെന്ററി ജനാധിപത്യവും ജനഹിതവും മനസ്സിലാക്കിയും തിരഞ്ഞെടുക്കപ്പെട്ട സംസ്ഥാന സർക്കാരിന്റെ ഉപദേശങ്ങളും അനുസരിച്ചാകണം ഗവർണർ പ്രവർത്തിക്കേണ്ടത്. അനുച്ഛേദം 200 അനുസരിച്ച് ഗവർണറുടെ വിവേചനാധികാരം എന്ന ഒന്നില്ല. ഭരണഘടനാ മൂല്യങ്ങൾക്ക് എതിരായ ഗവർണർമാരുടെ പ്രവർത്തനം അംഗീകരിക്കാനാകില്ല എന്നിങ്ങനെ വിവിധ സുപ്രീം കോടതി ബിൽ തിരിച്ചയക്കുകയോ രാഷ്ട്രപതിക്ക് സമർപ്പിക്കുകയോ ചെയ്യുന്നതിന് 1 മാസ സമയപരിധിയും നിശ്ചയിച്ചു. ഗവർണർ തിരിച്ചയക്കുന്ന ബില്ലുകൾ സഭ വീണ്ടും പാസാക്കിയാൽ 1 മാസത്തിനുള്ളിൽ അനുമതി നൽകണം. ജനാധിപത്യ ഭരണഘടനാ മൂല്യങ്ങൾക്ക് മുൻഗണന നൽകുന്ന വിധിയാണ് സുപ്രീം കോടതി പുറപ്പെടുവിച്ചതെന്നും നിയമ വിദഗ്ധർ അഭിപ്രായപ്പെട്ടു. പ്രതിപക്ഷ പാർട്ടികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഭരണനിർവഹണങ്ങളിൽ ഇടങ്കോലിടാൻ കേന്ദ്ര സർക്കാർ ചട്ടകമാക്കുന്നതും ഗവർണർമാരെയാണ്. വിഷയത്തിന്റെ കാര്യഗൗരവം രാഷ്ട്രീയവും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വിധിക്ക് അടിസ്ഥാനമായെന്നും ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഇതിനിടെ കേരള നിയമസഭ പാസാക്കിയ ബില്ലുകളുടെ അനുമതി വൈകിപ്പിച്ച ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ നടപടി ചോദ്യം ചെയ്ത് സംസ്ഥാന സർക്കാർ സമർപ്പിച്ച ഹർജികൾ ജസ്റ്റിസ് പർഡിവാല അധ്യക്ഷനായ ബെഞ്ചിന് വിടണമെന്ന ആവശ്യത്തിൽ ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന തീരുമാനം വ്യക്തമാക്കിയില്ല. സംസ്ഥാന സർക്കാരിന് വേണ്ടി ഹാജരായ മുൻ അറ്റോർണി ജനറൽ KK വേണുഗോപാലാണ് ആവശ്യം മുന്നോട്ട് വെച്ചത്. നിലവിൽ ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ചാണ് ഹർജികൾ പരിഗണിക്കുന്നത്. ഹർജികൾ മെയ് 13 ആരംഭിക്കുന്ന ആഴ്ചയിലേക്ക് മാറ്റാൻ ചീഫ് ജസ്റ്റിസ് നിർദ്ദേശിച്ചിരുന്നു.